അപ്പൊ മീറ്റ് ചെയ്യാൻ വരാനൊക്കെ നിനക്ക് അറിയാല്ലേ? വിളിക്കുമ്പോൾ മാത്രമാണല്ലോ ഒരു എക്സ്ക്യൂസസ് പറയാ. പക്ഷേ ഇത്തിരി സമാധാനം എന്താ? അല്ലെങ്കിൽ ഞാൻ ഒരുപാട് പ്രശ്നം നടക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നീയും കൂടെ എന്നോട് ഇങ്ങനെ പെരുമാറല്ലേ? നിനക്കിപ്പോ ഞാനാണോ സമാധാനം തരാത്തെ? നീ ആദ്യമേ സാന്ദ്രയായിട്ടുള്ള കമ്പനി നിർത്ത്. അപ്പൊ നിനക്ക് സമാധാനം കിട്ടും, എനിക്കും സമാധാനം കിട്ടും. നമ്മക്കിടയിലോട്ട് സാന്ദ്രയെ വെറുതെ വലിച്ചഴക്കണ്ട. അവളെ പറഞ്ഞപ്പോ നിനക്ക് പൊള്ളുന്നുണ്ടല്ലേടാ? ബാങ്കിലെ പൈസ എങ്ങനെ അടക്കണമെന്ന് പോലും അറിയാതെ ഞാൻ അവിടെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എന്നെ കൊല്ലല്ലേ പ്ലീസ്. അപ്പൊ ഞാൻ മാത്രമാണോ നിന്റെ പ്രശ്നം? നീ സാന്ദ്രയോട് പോയി സംസാരിച്ചിരിക്കും. അപ്പൊ നിനക്ക് സമാധാനം കിട്ടും, നിന്റെ പ്രശ്നവും മാറും. ഞാൻ പോവാ. ഹലോ. എന്താ മോനെ സാഡായിട്ടിരിക്കുന്നത്? കാര്യം പറ. ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നു. 8-ാം തീയതിക്ക് മുമ്പ് 1 ലക്ഷം രൂപ അടച്ചില്ലെങ്കിൽ ജപ്തിയാവുമെന്നാണ് പറയുന്നത്. എന്ത് ചെയ്യുന്നൊരു എത്തും പിടിയും കിട്ടില്ല മോളെ. എന്നാൽ നമുക്ക് എൻ്റെ പേരിൽ ലോൺ എടുത്താലോ? നല്ല ഫസ്റ്റ് ഐഡിയ. വേറെ ഒന്നുമില്ലല്ലേ? അല്ലെങ്കിൽ എൻ്റെ ഗോൾഡ് കൊണ്ട് പോയി പണയം വയ്ക്കാം. അല്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. അല്ലടി, ശരിക്കും ഞാൻ ഇതെങ്ങനെ നിന്നോട് പറയുമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. വർഷമാണല്ലോ. നീ എന്താടാ കാണിച്ചേ? എന്തിനാ കോള് കട്ടാക്കിയേ? ഇനി നിൻ്റെ കൂടെയാണ് ഇരിക്കണേ നമ്മൾ അറിഞ്ഞാൽ മതി. നോക്ക് എടാ, അത് അവൾക്ക് നിന്നെ അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാ. അണ്ടർസ്റ്റാൻഡിങ്ങും അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ലാതെ ഒരു റിലേഷനും മുന്നോട്ട് പോവില്ല കേട്ടോ. എനിക്ക് വയ്യ സാന്ദ്രേ. ഞാൻ ആളാകെ മാറിയ പോലെ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവളുടെ ഇഷ്ടങ്ങളെല്ലാം ഞാൻ ഇഷ്ടപ്പെടുകയും വേണം. നിനക്കറിയോ, എൻ്റെ വീട്ടുകാരോട് ഞാൻ സംസാരിക്കുന്ന പോലും അവൾക്ക് ഇഷ്ടമല്ല. ഒരാളുടെ ഇഷ്ടം മാത്രം നോക്കി എങ്ങനെയാണ് റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകുന്നത്? ഒരു ബ്രേക്കപ്പിനെ പറ്റി പോലും ഞാൻ ചിന്തിക്കുന്നുണ്ട് സാന്ദ്ര. ബ്രേക്കപ്പിനെ പറ്റി മാത്രം ചിന്തിക്കല്ലേ കേട്ടോ. അതെ, എണിച്ചേ. പോയി ഗോൾഡും പണമൊക്കെ എടുത്തിട്ടോ. പോയിട്ട് പെട്ടെന്ന് പറഞ്ഞേ. രാഹുലും സാന്ദ്ര ഇപ്പോഴും നല്ല ഫ്രണ്ട്സാണല്ലേ? നല്ല സ്റ്റോറി കണ്ടിരുന്നു. എടി, ഞാൻ പറഞ്ഞു മടുത്ത്. ഞാൻ അവളായിട്ടുള്ള കമ്പനി നിർത്തണം എന്ന് പറഞ്ഞപ്പോൾ അവൻ പറയാം അവർ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്നോ, അവന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നോ, കമ്പനി നിർത്താൻ പറ്റില്ല എന്നൊക്കെ. എനിക്ക് തോന്നുന്നില്ല അവർ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അല്ലെങ്കിൽ തന്നെ നീ ചിന്തിച്ച് നോക്കിയേ, ഒരു ആണ്ണും പെണ്ണും എത്ര കാലം ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടിരിക്കാൻ പറ്റും? മോളെ, നീ അവനെ നന്നായി ശ്രദ്ധിച്ചോ. ഞാൻ പറയാനുള്ളത് പറഞ്ഞെന്ന് മാത്രം. സാൻഡ്ര പോയില്ലേ? ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട, രാഹുൽ വരും. നിങ്ങൾ ശരിക്കും ഫ്രണ്ട്സ് തന്നെയാണോ അതോ അതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ? ഒരു ഡൗട്ടാണേ. അതെനിക്കിങ്ങനെ ചിരിപ്പിക്കല്ലേ, അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ബെസ്റ്റ് ഫ്രണ്ട്സ് ആണല്ലോ നല്ല കപ്പിൾസ് ആവുന്നത്. എടാ, നിങ്ങൾ പറയുന്ന പോലെ അല്ല. ഞങ്ങൾക്ക് റിലേഷൻ ആവണമെങ്കിൽ എന്നെ ആവായിരുന്നു. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ടേ 10 കൊല്ലമായി. ഞങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾക്ക് റിലേഷൻഷിപ്പായി കൊണ്ടുപോകാൻ യാതൊരു താല്പര്യമില്ല. ഹായ്, സുജിത്തിന് ഡൗട്ടൊക്കെ തീർത്തില്ലേ? ഞാൻ പോട്ടെ. ശരി. എന്താ മോളെ പ്ലാനത? എടാ, എന്തിനാണല്ലോ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ ഡൗട്ട് അടിക്കുന്നത്? ആരും ഇതേപോലത്തെ ഫ്രണ്ട്ഷിപ്പിനെ കണ്ടിട്ടില്ലേ? നമ്മളെപ്പോലത്തെ ഫ്രണ്ട്സിനെ ആരും കണ്ടു കാണൂല. നമ്മൾ വെറൈറ്റി അല്ലടാ. എന്താ ചേട്ടൻ പിന്നെയും നീ എന്തിനാ വീണ്ടും കോള് കട്ടാക്കിയേ? അടി ഉണ്ടാക്കിയോ? ഇവിടെ ഇന്ന് രാവിലെ അളിയൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. വല്ലപ്പോഴും കൂടി അങ്ങേര് വിളിക്കുന്നു. അതിനിടയ്ക്ക് അവൾ വിളിച്ചപ്പോൾ ബിസി ആയെന്ന് തോന്നിയതുകൊണ്ട് 50 തവണ വിളിച്ചേക്കുന്നു. ദേഷ്യം വരത്തില്ലേ? നിങ്ങൾ അടി ഉണ്ടാക്കാത്ത ഒരു ദിവസം പോലും ഇല്ലേ? എനിക്കറിയാൻ അതൊക്കെ വിട്, സാരില്ല, പോട്ടെ. പിന്നെ നാളെ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വരണ്ട. എന്താ? നാളെ അർജുൻ വരും. ക്രഷ് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, അർജുൻ വരുന്നേയും റിലേഷൻഷിപ്പ് ആവാൻ പോകുന്നതൊക്കെ കൊള്ളാം. പക്ഷേ ഫ്രണ്ട്ഷിപ്പായിട്ട് ഇരിക്കുമ്പോൾ ഉള്ള സ്വഭാവം ആയിരിക്കില്ല റിലേഷൻഷിപ്പിലായി കഴിഞ്ഞു. ടോക്സിക് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം കട്ട് ചെയ്തോളാം. മനസ്സിലായോ? അതൊക്കെ എനിക്കറിയാം. എന്ന് കഥാപ്രസംഗം നടത്താതെ വണ്ടി എടുക്കും. അപ്പൊ നീ ഇവളുടെ കൂടെ ആയോണ്ട് എന്റെ കോൾ എടുക്കാതിരുന്ന അല്ലേ? വർഷം നീ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. അതെ, ഞാൻ സംസാരിക്കുന്ന ഇവനോടാ, നിന്നോടല്ല. ഇവനാണ് എൻ്റെ ബോയ് ഫ്രണ്ട്. പക്ഷേ ഇവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടാക്കല്ലേ, നമുക്ക് പിന്നീട് സംസാരിക്കാം. പറ്റില്ല.
ഞാൻ വിളിക്കുമ്പോൾ മാത്രം നിനക്ക് കോൾ എടുക്കാൻ സമയമില്ല. നിനക്ക് ഇവളോട് പുറത്തു പോകാനും ഇവളോട് കോൾ എടുക്കാനും ചായ കുടിക്കാനും ഒക്കെ സമയമുണ്ട്. എനിക്ക് ഇതൊന്നും അറിഞ്ഞേ പറ്റൂ. ഇവളാണോ ഞാനാണോ നിനക്ക് ഇമ്പോർട്ടൻറ്റ്? എനിക്ക് ഇവളാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം ഇത്രയും നാൾ നീ എന്നെ ചീറ്റ് ചെയ്യായിരുന്നല്ലേടാ? സത്യം പറയാലോ, എനിക്ക് റിലേഷൻഷിപ്പ് മടുത്തു. ഇത് ഇത്രയും നാൾ ലാസ്റ്റ് തന്നെ സാൻഡ്ര പറഞ്ഞോട് മാത്രമാണ്. നീ പറയുന്നതിനനുസരിച്ച് ഞാൻ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കണേ. എനിക്കതിലൊരു ഹാപ്പിനെസ്സും ഇല്ല. ഞാൻ നിന്നെ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. എന്നെ വിട്ടിട്ട് ഇവളുടെ പുറകെ പോകാൻ ഇവൾക്ക് എന്താ യോഗ്യത? അവൾ എന്നെ മനസ്സിലാക്കുന്നുണ്ട്. എന്നെ മനസ്സിലാക്കി അതിനനുസരിച്ച് അവൾ പ്രവർത്തിക്കുന്നുണ്ട്. ഞാനായിട്ട് അവളുടെ അടുത്ത് നിൽക്കാം. പക്ഷേ നീ വിചാരിച്ചൊക്കെ തെറ്റാ. നീ എന്താ വിചാരിച്ചേ? ഒരാണിനും പെണ്ണും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ലെന്നോ? ഒരാണിനും പെണ്ണിനും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാൻ പറ്റും, ഞങ്ങളെപ്പോലെ. ഇനി നിൻ്റെ ഇടയിൽ ഞാനേ പ്രശ്നം എന്നുണ്ടെങ്കിൽ ഞാൻ ഒഴിഞ്ഞു മാറാം. സാൻഡ്രേ, ഇതിനി നടക്കില്ല. ഞാൻ മടുത്തു. എനിക്കും ഇനി റിലേഷൻഷിപ്പിൽ നിൽക്കാൻ താല്പര്യമില്ല. നീ എൻ്റെ മുഖത്ത് നോക്കിയാൽ പറഞ്ഞു ഇവളാണ് നിനക്ക് ഇമ്പോർട്ടൻ്റ് എന്ന്. ഞാൻ പോവാ. പക്ഷെ നീ എന്നെ മിസ് ചെയ്യും, എനിക്ക് ഉറപ്പാ. ബൈ ബൈ ഫോർ എവർ. ഇതിൽ സമാധാനമുണ്ട്. ഒരു പ്രഷർ കുക്കറിലായിരുന്ന അവസ്ഥയായിരുന്നു. സത്യം പറ, നിനക്ക് വിഷമില്ല? നല്ല വിഷമമുണ്ടടി. എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അവളെ. നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്ന ടൈമിൽ അവൾ നല്ലൊരു ലിസണറായിരുന്നു, നല്ലൊരു ഫ്രണ്ടായിരുന്നു. ആ ഫ്രണ്ടിനെ ഞാൻ ഒരുപാട് മിസ് ചെയ്യും. എപ്പോൾ നമ്മൾ റിലേഷനിലായോ അപ്പോൾ അവളെ സ്വഭാവം മൊത്തം മാറി. നമ്മളെ റിലേഷൻഷിപ്പിൽ ഒരു പാർട്ട്ണർ നമ്മളെ മനസ്സിലാക്കിയില്ലെങ്കിലുണ്ടല്ലോ, ആ റിലേഷൻഷിപ്പ് ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തുന്നതാണ് നല്ലത്. എന്താടി? അല്ലടാ, ഇനി ഞാനും അർജുന് റിലേഷൻ ആയി കഴിഞ്ഞാലേ അവൻ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഡൗട്ട് അടിച്ചാലേ? ഇനി അവനെങ്ങാനും നീ ആയിട്ടുള്ള കമ്പനി കുറയ്ക്കാൻ പറഞ്ഞാ ഞാൻ കുറയ്ക്കേ. കുരിപ്പേ, എടാ ഞാൻ വെറുതെ പറഞ്ഞാ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ നല്ലൊരു ഫ്രണ്ടായിട്ട് കാണുന്ന ഒരാൾ മാത്രമേ നോക്കൂ. കേറ്.